കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഖുർആനിക പ്രവാചക നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും യോജിക്കാത്തതുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെ തിരുത്തുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും മുസ്ലിങ്ങളെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഭിന്നിപ്പിക്കുന്നവരെന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കാറുണ്ട്. നമസ്കരിക്കുമ്പോൾ എവിടെയാണ് കൈകെട്ടുന്നത് മുതലായ കാര്യങ്ങൾ നിസ്സാരമാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വ്യക്തിക്കും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമസ്കാര രീതികൾ പിന്തുടരുക സാധ്യമല്ല. പ്രവാചകന്റെ വിയോഗ ദുഃഖം അന്തരീക്ഷത്തിൽ കെട്ടിനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഘം ആളുകൾ മസ്ജിദുൽ നബവിയിൽ വട്ടമിട്ടിരുന്ന് അതിലൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് തുടങ്ങിയ സ്തുതി കീർത്തനങ്ങൾ ഉറക്കെ ചൊല്ലുകയും ഓരോ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിക്കുകയും ചെയ്യുന്ന വിവരമറിഞ്ഞ് സഹാബി കാരണവരായ അബ്ദുറഹ്മാനു ഔഫ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെത്തി അള്ളാഹുവിനെ സ്തുതിക്കുകയല്ലേ എന്ന് പറഞ്ഞവരെ അഭിനന്ദിക്കുകയല്ല ചെയ്തത്. മറിച്ച് തന്റെ ഊന്നുവടി അവർക്ക് നേരെ ഓങ്ങിക്കൊണ്ട് ഗർജിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ട് ദിവസങ്ങളെയായുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ കീറിയിട്ടില്ല, പാത്രങ്ങൾ ഉടഞ്ഞിട്ടില്ല, പാദരക്ഷകൾ കേടായിട്ടില്ല, ഭാര്യമാർ ജീവിച്ചിരിക്കുന്നു. അതിനു മുൻപ് നിങ്ങൾ മതത്തിൽ പുതിയത് നിർമ്മിക്കുകയോ എന്ന് പറഞ്ഞ് അവരെ പള്ളിയിൽ നിന്നും പുറത്താക്കി. വിശുദ്ധ ഖുർആനും പ്രവാചകനും ഉത്ബോധിപ്പിച്ചതിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലെന്നതുപോലെ പുതുതായി മതത്തിൽ ഒന്നും ചേർക്കാൻ പാടില്ലെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. മഹാപാപങ്ങൾ ചെയ്യുന്നതിനും ഗുരുതരമാണ് പുതുതായി മതത്തിൽ എന്തെങ്കിലും ചേർക്കുന്നത്. എത്ര നന്മ ഉദ്ദേശിച്ച് ചേർത്താലും അത് ഭീമമായ കുറ്റമാകുന്നു. എന്തെന്നാൽ ഒരാൾ കൊലപാതകമോ വഞ്ചനയോ ചെയ്യുമ്പോൾ താൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരാൾ മതത്തിൽ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നു. ഉദാഹരണത്തിന് കരങ്ങൾ രണ്ടും പൊക്കിപ്പിടിച്ച് നമസ്കരിക്കുന്നു. കൂടുതൽ പ്രയാസത്തോടെ അള്ളാഹുവിനെ സ്മരിക്കണം എന്നതാണ് അയാളുടെ ഉദ്ദേശം. അയാൾ നമസ്കരിക്കുന്നത് കണ്ട് ജനങ്ങൾ അതാണ് യഥാർത്ഥ നമസ്കാര രീതി എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ നമസ്കരിക്കാൻ ആരംഭിക്കുന്നു. അത്തരത്തിലുള്ള നമസ്കാരം പ്രവാചക നിർദ്ദേശത്തിനെതിരാണ്. കാരണം സൊല്ലു കമാ റഅയ്തുമൂനി ഉസ്സല്ലി, ഞാൻ നമസ്കരിച്ച രീതിയിൽ നിങ്ങളും നമസ്കരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രവാചകൻ നമസ്കരിച്ചിട്ടില്ല. കൈ പൊക്കിപ്പിടിച്ച് നമസ്കരിച്ച വ്യക്തിയുടെ മാതൃക പിൻപറ്റി പിൻതലമുറ അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ തങ്ങൾ പ്രവാചകന്റെ വ്യക്തമായ കൽപ്പനകളെ ധിക്കരിക്കുന്നു എന്നവർ അറിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വൻ പാപം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നതെന്ന്. കൂടാതെ നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നുവെന്ന അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമാണ് മതത്തിൽ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നത്. കാരണം അള്ളാഹുവിനും പ്രവാചകനും കഴിയാതിരുന്ന ഉന്നതമായൊരു കാര്യം മതത്തിൽ കൊണ്ടുവന്നു എന്ന ഗുരുതരമായ വ്യാഖ്യാനമല്ലേ അത് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിലെ 3-ാം വചനത്തിൽ ഉണർത്തുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും മതത്തിൽ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവൻ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതകാര്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. അതായത് പ്രവാചകൻ വെളിപ്പെടുത്താതെ മതപരമായ ആ വിഷയം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു എന്ന ധാരണ അതുണ്ടാക്കുന്നു. മേലുദ്ധരിച്ച ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഒഴിവാക്കണമെങ്കിലും അതുപോലെ തന്നെ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച രീതിയിൽ മതത്തെ നിലനിർത്തണമെങ്കിലും ഖുർആനും പ്രവാചക നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായതും യോജിക്കാത്തതുമായ എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും പ്രാർത്ഥനാ രീതികളെയും ആരാധനകളെയും എതിർക്കാനും തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ മഹത്തായ ബാധ്യത നിർവഹിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെന്നും മുസ്ലിം ഐക്യം തകർക്കുന്നവരെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകളെ ധിക്കരിക്കുന്നതിന് തുല്യമല്ലേ? അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതിന് വിപരീതമായിട്ടല്ലേ ഒരുപാട് മതനേതാക്കളും പുരോഹിതരും ഉത്ബോധിപ്പിക്കുന്നതും അവരുടെ തെറ്റായ ഉത്ബോധനങ്ങളെ അന്ധമായി പിന്തുടരുന്ന ജനങ്ങൾ അനുകരിക്കുന്നതും? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ ആരുമില്ല അള്ളാഹുവല്ലാതെ എന്നും, ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാനും, വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാനും പാടുള്ളൂ എന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഖബറുകളെയും മയ്യത്തുകളെയും മരിച്ചവരെയും ആരാധിക്കുവാനും അവകളോട് പ്രാർത്ഥിക്കാനും ദൈവിക സഹായം തേടാനും നമുക്ക് കഴിയുമോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തന്നോട് പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിലെ 48-ാം വചനത്തിൽ ഉണർത്തുമ്പോൾ ലഇൻ അശ്റക്ത ലയഹ്ബത്വന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, അള്ളാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോകുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായത്തിലെ 65-ാം വചനത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി
ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹുൻ നാർ വമാ ലിളാലിമീന മിൻ അൻസാർ. അള്ളാഹുവിനോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്. നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും. അക്രമികൾക്ക് സഹായികളായി ആരും തന്നെയില്ല എന്ന് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിലെ 72-ാം വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനെല്ലാം എതിരായി മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും അള്ളാഹുവിനോട് പങ്കുചേർക്കുവാൻ നമുക്ക് കഴിയുമോ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. തീർച്ചയായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 194-ാം വചനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തത്വീഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല, സ്വദേഹങ്ങൾക്ക് തന്നെയും അവർ സഹായം ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 197-ാം വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതിനെല്ലാം വിരുദ്ധമായി അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അതിനാൽ വല്ലവനും തന്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായത്തിലെ 110-ാം വചനത്തിലൂടെ ഉണർത്തുമ്പോൾ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവർ അള്ളാഹുവിനോട് അടുപ്പിക്കുമെന്ന് വിശ്വസിക്കുവാൻ ഖുർആൻ അംഗീകരിക്കുന്ന നമുക്കൊരിക്കലും സാധ്യമല്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് വിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായത്തിലെ 18-ാം വചനത്തിന് വിരുദ്ധമായി മക്ബറകൾ കെട്ടിപ്പൊക്കി അവിടത്തെ ഖബറുകളിൽ അടക്കം ചെയ്ത മയ്യത്തുകളോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആർക്കും സാധിക്കുകയില്ല. നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസുൽ ഖുബൂർ വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി. ഖബറുകളുടെ മേലെ കുമ്മായമിടുന്നതിനെയും അതിനുമേൽ ഇരിക്കുന്നതിനെയും അതിനുമേൽ എടുപ്പുണ്ടാക്കുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുമ്പോൾ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വത്നൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബർ ഒരു ആരാധന വസനൻ വിഗ്രഹമാക്കരുതേ എന്ന പ്രവാചക നിർദ്ദേശം തിരസ്കരിച്ചുകൊണ്ടും ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. തങ്ങളുടെ പ്രവാചകരുടെ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന ഇടങ്ങളാക്കിയതിന് യഹൂദികളെയും ക്രൈസ്തവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന പ്രവാചകന്റെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഖബറുകൾ കെട്ടിപ്പൊക്കി അത് ആരാധന ഇടങ്ങളാക്കുവാൻ പ്രവാചക അനുയായികൾക്ക് ഒരിക്കലും കഴിയുകയില്ല. മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി ഇലാ 11 റക്അ. റമളാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 റക്അത്തിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിട്ടില്ലെന്ന് വർഷങ്ങളോളം പ്രവാചകന്റെ നമസ്കാരം നിരീക്ഷിച്ചിട്ടുള്ള ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ അതിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ നമസ്കരിച്ചു. അദ്ദേഹം ഇടത് കൈയിന്മേൽ വലത് കൈയിനെ നെഞ്ചിന്മേലായി വെക്കുകയുണ്ടായി എന്ന് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുമ്പോൾ ആ നമസ്കാര രീതിക്ക് വിരുദ്ധമായ ഒരു രീതി സ്വീകരിക്കാൻ നമ്മെ കൊണ്ട് പറ്റുമോ? പ്രത്യേകിച്ചും സൊല്ലു കമാ റഅയ്തുമൂനി ഉസ്സല്ലി, ഞാൻ നമസ്കരിച്ച രീതിയിൽ നിങ്ങളും നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കെ ലാ തത്തബിൽ ജനാസത ബിസൗത്തിൻ, ശബ്ദവുമായി നീ ജനാസയെ മയ്യത്തിനെ പിന്തുടരരുത് എന്ന പ്രവാചക നിർദ്ദേശത്തെ ധിക്കരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി ലാ ഇലാഹ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മയ്യത്തുമായി പോകുവാൻ നമ്മെ കൊണ്ട് പറ്റുമോ? ഇസ്നഊലി ആലി ജഅഫർ തുആമ ഫഖദ് അതാഹും മാ യുശ്ഗിലുഹും. ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക, അവരെ അശ്രദ്ധയിലാക്കുന്നത് അവർക്ക് വന്നിരിക്കുന്നുവെന്ന് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ 3-ാം ഫാത്തിഹ എന്നെല്ലാം പറഞ്ഞ് മരണം നടന്ന വീട്ടിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച് നമുക്ക് അവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാനും ആ ഭക്ഷണം കഴിക്കാനും കഴിയുമോ? അൻ ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്നും അള്ളാഹുവിന്റെ ദാസികളെ തടയരുതെന്ന് പ്രവാചകൻ കൽപ്പിച്ചതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കെ പ്രവാചക കൽപ്പന ധിക്കരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം നിഷേധിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുമോ? സലുല്ലാഹ ലഹു തസ്ബീത ഫഇന്നഹുൽ ആന യുസ്അലു. നിങ്ങളുടെ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് സ്ഥൈര്യത്തെ ചോദിക്കുക, തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന പ്രവാചക നിർദ്ദേശത്തെ ധിക്കരിച്ചുകൊണ്ട് മറയടക്കിയ ശേഷം ഖബറിനടുത്തിരുന്ന് മയ്യത്തിന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥം? ജീവിച്ചിരുന്നപ്പോൾ പുലർത്തിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഖബറിൽ ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ.
ഇന്ന തിബലത വതമായിമാ ശിർക്കു ഇന്ന റുഖിയ വതമായിമാ ശിർക്കു. മന്ത്രിച്ചു കെട്ടുന്നതും ഏലസ് കെട്ടുന്നതുമെല്ലാം ശിർക്കാണ് എന്ന പ്രവാചക മുന്നറിയിപ്പിന് വിരുദ്ധമായി ഏലസ് കെട്ടുവാനും മന്ത്രിച്ചു കെട്ടുവാനും നമുക്ക് കഴിയുമോ?